ഹിന്ദി സിനിമയാണ് പുഷ്പ 2 ആക്ച്വലി ആൾക്കാർ കൂടുതലൊരു ഹിന്ദി സിനിമ എന്നുള്ളൊരു സോ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടിട്ടില്ല, ഇത് വർക്ക് ചെയ്യില്ല. ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കളക്ഷൻ റെക്കോർഡുകൾക്കാണ് പുഷ്പ 2 ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യ ദിനം 294 കോടി നേടി ജൈത്രയാത്ര തുടങ്ങിയ ചിത്രം ഇപ്പോൾ 800 കോടി ക്ലബ്ബെന്ന നേട്ടവും കൊയ്തു കഴിഞ്ഞു. ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും വൻ വിജയം നേടിയ ചിത്രത്തിന് എന്നാൽ കേരളത്തിൽ മാത്രം പ്രതീക്ഷിച്ച പ്രേക്ഷക പിന്തുണ ലഭിച്ചില്ല. ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ തന്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുകയാണ് നടൻ പൃഥ്വിരാജ്. കേരളത്തിൽ നിന്ന് മാത്രം പുഷ്പ 2 പ്രതീക്ഷിച്ച വിജയം നേടാത്തത് എന്തുകൊണ്ടാണ് എന്ന് ഒരു റിപ്പോർട്ടർ പൃഥ്വിരാജിനോട് ചോദിച്ചപ്പോഴായിരുന്നു പൃഥ്വിരാജിന്റെ പ്രതികരണം. പൃഥ്വിരാജിന്റെ വാക്കുകൾ ഇങ്ങനെ: കേരളത്തിൽ പുഷ്പയുടെ കളക്ഷൻ കുറവാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഇനി കുറവാണെങ്കിൽ തന്നെ അതൊന്നും ഈ സിനിമയെ ബാധിക്കാൻ പോകുന്നില്ല. കാരണം ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ അത്രയ്ക്ക് മികച്ച റെസ്പോൺസാണ് പുഷ്പയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ നിന്ന് മാത്രം ചിത്രത്തിന് നെഗറ്റീവ് കമന്റ്സ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് ഒരു റിപ്പോർട്ടർ ചോദിച്ചപ്പോൾ പൃഥ്വിരാജിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: പുഷ്പ 2 ആക്ച്വലി ഒരു ഹിന്ദി സിനിമ പോലെയാണ് അവർ കൺസീവ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഓഡിയൻസിന് അതൊരു പക്ഷേ സെൻസിബിളായി തോന്നിക്കാണില്ല. ട്രഡീഷണലി തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രേക്ഷകരിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു സിനിമാ സംസ്കാരമാണ് കേരളത്തിലേത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ തമിഴിലെയും തെലുങ്കിലെയും ഹിന്ദിയിലെയും എല്ലാം ആദ്യത്തെ സിനിമ പുരാണ കഥകളെ ആസ്പദമാക്കിയവയാണ്. എന്നാൽ മലയാളത്തിലെ ആദ്യത്തെ സിനിമയായ വിഗതകുമാരൻ ഒരു സോഷ്യൽ ഡ്രാമയായിരുന്നു. അന്നു മുതലേ തന്നെ നമ്മുടെ സിനിമകളും നമ്മുടെ പ്രേക്ഷകരുമെല്ലാം മറ്റു ഭാഷക്കാരിൽ നിന്നും വ്യത്യസ്തമായാണ് ചിന്തിക്കുന്നത്. പിന്നെ ഒരു സിനിമയുടെ കളക്ഷൻ അല്ല ആ സിനിമയുടെ മേന്മയുടെ അളവ് പോലും. എനിക്ക് വർക്കാകാത്ത സിനിമകൾ ഇവിടെ ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടുണ്ട്, അതുപോലെ ഇഷ്ടപ്പെട്ട സിനിമകൾ ഫ്ലോപ്പുമായിട്ടുണ്ട്. സോ ഒരു സിനിമയുടെ യഥാർത്ഥ മേന്മ അത് കാലം തെളിയിക്കും, പൃഥ്വിരാജ് പറഞ്ഞു. പൃഥ്വിരാജിന്റെ ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. ഏറ്റവും പുതിയ സിനിമാ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.